സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മളിൽ പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വലിയ ആഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഉമയിൽ അതിശക്തമായി വെളിപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ചോളൂ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ശക്തിയാണ്. നിന്റെ ക്ഷീണിച്ച അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് മനസ്സ് തളർന്ന നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നീ നിന്നെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ വലിയ കടബാധ്യതയുടെ നടുവിലാവും നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ കുടുംബത്തിലെ വലിയ ബന്ധ തകർച്ചയുടെ നടുവിലാവും. ഒരു പക്ഷെ വലിയ ഭാരം മനസ്സിലുണ്ടാവും. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ ചിന്തയുണ്ടാവും. നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്, നിനക്ക് ശക്തി കിട്ടും, പ്രതിസന്ധികളെ നേരിടാനുള്ള ബലം കിട്ടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 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 ഇതാ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. ഈ ശുശ്രൂഷ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം. എൻ്റെ സഹോദര സഹോദരി, നിന്നെ കർത്താവ് ഇപ്പോൾ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് ഈ അഭിഷേകത്തിന് വേണ്ടിയല്ലേ? കരങ്ങൾ ഉയർത്തി നീയൊന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ നിന്റെ വെളിപ്പുറത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിന്റെ ജീവിത അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിന്റെ ജീവിത അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തി ദാഹത്തോടെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ, ഒരു പുത്തൻ കൃപ വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് ചേർന്ന് കൈകളടിച്ച് നന്നായിട്ട് കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ, ശരീരത്തെ സമർപ്പിച്ച് കൈയടിച്ചേ. ക്ഷീണം മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ആലോചനകളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിന്റെ ദുഃഖത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ഭയപ്പെട്ടിരിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ഞെരുക്കത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിന്റെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിന്റെ അപകർഷതാബോധത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ആത്മഹത്യ ചിന്തയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, പാപമേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ജീവിതത്തിന്റെ കുറ്റബോധത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആഗ്രഹിച്ചു കൈയടിച്ചു ചേർന്നു. അഭിഷേകം പഠിക്കേ. ആത്മാവേ കനിയണമേ, അഭിഷേകം. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. പാടാം. അഭിഷേകം
ഇടിമുഴക്കത്തോടെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ നീ പതിയണമേ. അഗ്നിനാവുകളിൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ചു പാടി. ആത്മാവിൽ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. പഠിക്കേ. ആത്മാവിൽ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവ് നിറയും. നിന്റെ ജീവിത അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നിറയും. ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. നിന്റെ നിരാശയിൽ പരിശുദ്ധാത്മാവ് നിറയും. എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്ന നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഭിഷേകം അഭിഷേകം. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ പോരാ. ശരീരത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തട്ടെ. ഈ ശരീരത്തിന്റെ അവകാശി ദൈവത്തിന്റെ ആത്മാവാണ്. യെസ്, വിശ്വസിക്കുന്നു. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഹോളി സ്പിരിറ്റ്, യെസ്, ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ വിതിൻ മീ, എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് കൈയടിച്ചേ. ആമേൻ. തീ ചുള്ളി കത്തുന്നത് പോലെ. ആമേൻ. കരങ്ങൾ ഉയർത്തി. ആത്മാവേ, ആത്മാവേ പനിയണമേ. അഭിഷേകം പകരണമേ. പാടി പാടി. ആത്മാവേ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. പടിയേ. ആത്മാവേ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവേ കനിയണമേ. ചേർന്ന് പാടി. അഭിഷേകം പകരണമേ. വിശ്വസിച്ച്. ആത്മാവേ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവേ കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ, ആത്മാവേ, അഭിഷേകം നിറയണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, 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 ഓ പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ആത്മാവേ, രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അഭിഷേകം പകരണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നു. വിശ്വസിച്ച് പാടൂ. ആത്മാവേ കനിയണമേ. അഭിഷേകം. അഭിഷേകം പകരണമേ. രോഗികള് നിങ്ങളുടെ രോഗപീഠ എന്താണോ ആ രോഗപീഠയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അത്ഭുതകരമായ സൗഖ്യമാണ് നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത്. ആശുപത്രികളിൽ രോഗപീഠകളിൽ വലയുന്നവര്, കുടുംബങ്ങളിലെ കിടപ്പ് രോഗികള്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ആത്മാവേ,
അഭിഷേകം. അഭിഷേകം പകരണമേ. പ്രത്യേകിച്ച് മാനസിക ദുഃഖങ്ങളാൽ വലയുന്നവര്, വീടുകളില് വിഷമസന്ധിയിൽ കഴിയുന്നവര്, ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, പലവിധത്തിലുള്ള മാനസിക രോഗപീഠകളാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ, ഒരുപക്ഷെ വല്ലാത്ത ഭാരത്താൽ, ആത്മഭാരത്താൽ വീടിനുള്ളിൽ തളച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ പുറത്തിറങ്ങാതെ, ആരോട് സംസാരിക്കാതെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ജീവിക്കുന്ന അനേകരുണ്ട്. നിന്റെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടെങ്കിൽ, എല്ലാം തീർന്നുവെന്ന് ചിന്തിച്ച് ജീവിതത്തിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ. അഭിഷേകം. അഭിഷേകം പകരണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല, പരീക്ഷ എഴുതി പക്ഷെ വിചാരിച്ചതുപോലെ ഫലം കിട്ടിയില്ല, തോറ്റുപോയി, ഇന്റർവ്യൂവിന് പോയി, വിചാരിച്ചതുപോലെ എന്നെ സെലക്ട് ചെയ്തില്ല, എന്നെ തഴഞ്ഞു, പരാജയപ്പെട്ടു, വിചാരിച്ചതുപോലെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, വിചാരിക്കുന്നത് പോലെ കല്യാണം നടന്നില്ല, വിചാരിക്കുന്നത് പോലെ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല, വിചാരിക്കുന്നത് പോലെ സ്ഥലം വിൽപ്പന നടന്നില്ല, വിചാരിക്കുന്നത് പോലെ വീട് പണി നടന്നില്ല. അങ്ങനെ അനേക കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ വലിയ മനസ്സിൽ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അഭിഷേകം. അഭിഷേകം പകരണമേ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നു. ആത്മാവേ കനിയണമേ. അഭിഷേകം. അഭിഷേകം പകരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ അഭിഷേകം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഓരോ വ്യക്തിയും വിശ്വസിക്കണം. എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നു. എൻ്റെ ചിന്തകളിൽ, എൻ്റെ വികാര വിചാരങ്ങളിൽ, എൻ്റെ ആലോചനകളിൽ, എൻ്റെ ഓർമ്മകളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നു. അതിശക്തമായ കൃപ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ചൊരിയുന്നു. വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മളെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. അതിനുശേഷം സാധിക്കുന്നവരടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ ചേർത്ത് പിടിച്ച്, പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചോ. എന്നിട്ട് വിശ്വസിക്കണം, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം, വിശ്വാസം വർധനയ്ക്കിന് വേണ്ടി ദൈവം നിനക്ക് തരും. വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വസ്ഥമായി ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതൊരു വചന ശുശ്രൂഷയാണ്. ഇതിനെ തുടർന്ന് നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കും. വചനത്തോട് നിങ്ങൾ എത്രത്തോളം താല്പര്യവും സ്നേഹവും കാണിക്കുന്നോ അത്രത്തോളം അഭിഷേകം നിന്നിൽ നിറയാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് സാധിക്കുന്നവര് ബൈബിള്, നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ വചനമൊക്കെ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത മേഖലയാണ്, തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ്. ആയതിനാൽ ചില വചനങ്ങൾ കാണാതെ പഠിക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും കുടുംബത്തിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിച്ചിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18 തിരുവചനമാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 28 വേഴ്സ് 18. 28 അധ്യായം 18 തിരുവചനം. ചെറിയ ഒരു വചനം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട വചനം.
ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയൊക്കെ മർമ്മം എന്ന് പറയുന്നത് ഈ വചനമാണ്. 28-ാം അധ്യായം 18-ാം തിരുവചനം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വചനം നിന്നോടുകൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ അവരെ സമീപിച്ച് അവരോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഈ വചന ശുശ്രൂഷ നീ എവിടെ നിന്ന് പങ്കെടുക്കുന്നുണ്ടെങ്കിലും നീ വിശ്വസിച്ചോണം, നിന്റെ പക്കലേക്ക്, വചനം അങ്ങനെയാ പറയുന്നത്, ഈശോ അവരെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ നിന്റെ പക്കലേക്ക് വന്ന്, നിന്റെ അടുക്കൽ വന്ന് നിന്നോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഏറ്റെടുക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു വലിയ കാര്യം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ അത് പറയുക മാത്രമല്ല, മറിച്ച് അത് ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ഇതാ ഈശോ ഒരു സമ്മാനം നൽകുകയാണ്. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 19 നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷെ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത് നീ ഓർക്കണം, നിന്റെ പക്കലേക്ക് ഈശോ വന്ന് നിന്നോട് പറയുകയാണ്. ലൂക്ക 10:19. ഏതാ വചനം? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്റെ പ്രിയരെ, ഇതാ ഈശോ നിന്റെ പക്കലേക്ക് വന്ന് നിന്നോട് പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നോട് പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോണേ, ഏറ്റു പറയണം. ഇതാ 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 എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞതേ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാണ്. ഇതാ, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഇത് വെറുതെ എഴുതിയിരിക്കുന്നതല്ല. അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് വചനം പറയാണ്, ഇതാ നിന്റെ കയ്യിലേക്ക് ഇത് വെച്ചു തരുന്നു. എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഇതാ എന്താണ് എഴുതിയിരിക്കുന്നത്? ചേർത്ത് പറഞ്ഞ്, ഇതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്റെ പ്രിയരെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൃപ എന്നാന്നറിയോ? ഈ പ്രപഞ്ചത്തിന്റെ മേൽ ചവിട്ടി നടക്കാനുള്ള കൃപ. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. പറഞ്ഞ ഒച്ചത്തിൽ പറ. ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ, ചില ശക്തികളുടെയും മീതെ എന്നല്ല, മറിച്ച് ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രണ്ട് വചനങ്ങൾ, ഒന്ന് മത്തായി സുവിശേഷം 28:18, രണ്ടാമത്തെ വചനം ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഈ രണ്ട് വചനങ്ങളും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് എഴുതി വെച്ച് പഠിച്ചോണം. കേട്ടല്ലോ? എഴുതി വെച്ച് പഠിച്ചോണം, വിശ്വസിക്കണം, ഏറ്റെടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണു പോകുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഈ വചനം നമ്മുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. അധിക നാളായിട്ടില്ല, ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം, അച്ഛാ, ഞങ്ങൾ ഇന്ന് ഇങ്ങനെ തകർന്നു പോകാൻ കാരണം ഞങ്ങളുടെ അയൽവാസി ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് അച്ഛാ ഞങ്ങൾ ഇങ്ങനെ തകർന്നു പോകാൻ കാരണം. സത്യക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇന്ന് ഇങ്ങനെ തകരാൻ കാരണം അയൽവാസി ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് കൊണ്ടാണ്. ഒരു പക്ഷേ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരുടെയും ഉള്ളിലുള്ള വലിയ ഒരു സങ്കടമാണ്, ഭാരമാണ്. എൻ്റെ വീട് ഇങ്ങനെയാകാൻ കാരണം, എൻ്റെ മകൻ ഇങ്ങനെയാകാൻ കാരണം, എൻ്റെ മകൾ ഇങ്ങനെയാകാൻ കാരണം, ഞാൻ ഇങ്ങനെയാകാൻ കാരണം ആരോ എന്തോ എനിക്കെതിരെ ചെയ്തു, ആരോ എന്തോ എനിക്കെതിരെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയരെ, ഇതാ ഈ വചനം നിന്നോടൊരു കാര്യം വെളിപ്പെടുത്തി നൽകുവാണ്. നിന്റെ കണ്ണ് തുറന്ന് ഈ കാര്യം പഠിക്കണം. ഇല്ലെങ്കിൽ നീ എന്നും ഇതിനെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ചിലർ ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൗൺസിലിംഗ് സെന്ററുകൾ, പല ധ്യാന ശുശ്രൂഷ കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുവാണ്. അച്ഛാ എൻ്റെ വീട്ടിൽ ഇന്നത് കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, അത് മാന്തി എടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എൻ്റെ സത്യക്രിസ്ത്യാനി, ദൈവമകനെ, ദൈവമകളെ, നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പല സാധനങ്ങളും കുഴിച്ചിട്ടുണ്ടാവും. നീ അത് മാന്തക്കൊണ്ട് നടന്നുകൊണ്ട് നിന്റെ ജീവിതം മുഴുവൻ കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മാന്താൻ മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. മാന്താൻ പോയാൽ മാന്താൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പിടികിട്ടിയോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മാന്താൻ പോയാൽ മാന്താൻ മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. പറഞ്ഞു കൊടുത്തേ. മാന്താൻ പോയാലേ അതിനെ സമയം ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ കേരളത്തിന്റെ മണ്ണിൽ എവിടെയാ എന്തെങ്കിലും കുഴിച്ചിടാത്തത്? ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞത് കുഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കയറി വീട് വെച്ച് ഹല്ലേലൂയ പറഞ്ഞ് ജീവിക്കാനുള്ള വിളിയാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. എത്ര വലിയ തിന്മയാണെങ്കിലും കുഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ് സമാധാനത്തോടെ കൈയടിച്ച് പാട്ടുപാടി ജീവിക്കാനുള്ള വിളിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. അല്ലാതെ രാവിലെ തൊട്ട് ഇത് മാന്താൻ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനേ സമയമുള്ളൂ, ഇതിനേ സമയമുള്ളൂ. എൻ്റെ പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിനക്കൊരു അധികാരം നൽകുകയാണ്, ശക്തി നൽകുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓർക്കണം, ഇത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും വചന ശുശ്രൂഷകർക്കും മാത്രമുള്ളതല്ല. മാമോദീസ ജലം തലയിൽ വീണ ക്രിസ്ത്യാനി, നിനക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ കുറച്ച് ശക്തികളുടെ മീതൽ, അങ്ങനെയാണോ? അല്ല, ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. അധികാരം പറഞ്ഞേ, വാക്ക് പറഞ്ഞേ, അധികാരം, അതോറിറ്റി, അധികാരം നിനക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞേ ആമേൻ. പറ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇത്രയധികം വചനം വായിച്ചിട്ടും ഇത്രയധികം പള്ളിയിൽ പോയിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ ദുരിതപൂർണമായിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇതാണ് അതിനുള്ള ഉത്തരം. എന്തെന്നറിയോ? നമുക്ക് പലപ്പോഴും നമ്മുടെ വില അറിയത്തില്ല. എൻ്റെ പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ വചനം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26. ഉൽപ്പത്തി പുസ്തകം 1:26 എന്നെടുത്ത് വായിച്ചേ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ആർക്ക്? മനുഷ്യന്.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് നൽകിയ കൃപ എന്താണെന്നറിയാവോ? സകലത്തിൻ്റെയും മുകളിൽ ചവിട്ടി നടക്കാനുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം, ആധിപത്യം നിനക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലത്തിൻ്റെയും മുകളിൽ ചവിട്ടി നടക്കാനുള്ള ആധിപത്യം. പറഞ്ഞേ, ആധിപത്യം. ആധിപത്യം. ആ കാലൊന്ന് ചവിട്ടിക്കൊണ്ട് പറഞ്ഞേ, ചവിട്ടി നടക്കാനുള്ള ആധിപത്യം. പറഞ്ഞേ, പറയടാ. ആ, ചവിട്ടി നടക്കാനുള്ള ആധിപത്യം. കേട്ടോ, സകലത്തിൻ്റെയും മുകളിൽ, സകലത്തിൻ്റെയും മുകളിൽ നിനക്ക് ചവിട്ടി നടക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ടെന്ന്. 28-ാം വചനം വായിച്ച്. 28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. സകല ജീവജാലങ്ങളുടെയും മുകളിൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് സർവ്വജീവജാലങ്ങളുടെയും മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ശ്രദ്ധ പറ, ആമേൻ. വാ തുറന്നു പറ, ആമേൻ, ആമേൻ. മനുഷ്യരുടെ മേൽ മാത്രമല്ല, മറിച്ച് ജീവജാലങ്ങളുടെ മുകളിൽ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ആധിപത്യം മനുഷ്യ നിനക്കാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 ഒരു സുന്ദരമായ വചനം ഉണ്ടല്ലോ, ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 91 അതിന്റെ 13-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനം 91:13 നമുക്കറിയാവുന്ന വചനാണല്ലോ, ഒന്ന് വായിച്ചേ. 91:13. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പറഞ്ഞേ, ആമേൻ. എന്റെ പ്രിയരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ നിനക്ക് അധികാരം, ആധിപത്യം, ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം ദൈവം തന്നിരിക്കുന്നു. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ അധികാരം കിട്ടിയ വ്യക്തി ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താ? നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ഇവയെല്ലാം കയറിയിരിക്കുന്നത്. ചവിട്ടി നടക്കേണ്ടത് ഇതിൻ്റെയൊക്കെ മുകളിൽ ചവിട്ടി നടക്കേണ്ടതാ. പക്ഷേ ഈ ചവിട്ടി നടക്കേണ്ട സാധനങ്ങൾ ഇപ്പൊ തലയ്ക്ക് മുകളിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വസ്ഥതയില്ല, തലയ്ക്കകത്ത് കയറിയിരിക്കുക. അയാൾ എനിക്കെതിരെ ഇങ്ങനെ ചെയ്തു, കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, എൻ്റെ പറമ്പിൽ എന്തോ കുഴിച്ചിട്ടു, ഇതെല്ലാം തലയ്ക്കകത്തിരിക്കുന്നത് കൊണ്ട് സ്വസ്ഥതയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, നീ അവയ്ക്ക് മുകളിൽ ചവിട്ടി നടക്കേണ്ടവനാണ്, അല്ലാതെ അവ നിന്റെ തലയിൽ കൊണ്ടു നടക്കേണ്ട വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. ശിരസ് മുതൽ ഉള്ളംകാല വരെയുള്ള ശരീരത്തെ മുഴുവൻ, സകല അവയവങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കർത്താവിന് വിളിക്കപ്പെട്ട, കർത്താവിന് സമർപ്പിക്കപ്പെട്ട ശരീരമാണ്. ഒരു തിന്മയ്ക്കും ഈ ശരീരത്തിൻ്റെ മേൽ അവകാശമില്ല. കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയം, പ്രത്യേകിച്ച് ഇന്ന് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, ഈ ആശീർവാദം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിലേക്ക്. നിങ്ങളുടെ വീട് എവിടെയാണോ നിങ്ങൾ മനസ്സിൽ കാണണം, എൻ്റെ വീടിൻ്റെ മുകളിൽ ഇതാ യേശോ നൽകാൻ പോകുന്ന ഒരു ആശീർവാദമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണേ, മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ വീടിൻ്റെ മുകളിലേക്ക് ഈ ആശീർവാദം കടന്നു ചെല്ലുകയാണ്. വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളൂ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
ഈശോയെ 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 ആശീർവദിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ.